ഇടമാണ് വടകരയിലെയൊക്കെ ഫലങ്ങൾ അത് ആകാംക്ഷയുടെ കാത്തിരിക്കുക. എന്നാലും ഞാൻ രാകേഷിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. രാകേഷേ, ഈ ടോട്ടൽ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം അത്ര ആശാവഹമല്ല എന്ന് പറയുന്നു. അതിനേക്കാൾ ഉപരി ഈ ഏരിയ തിരിച്ച്, പ്രദേശം തിരിച്ച് നോക്കുകയാണെങ്കിൽ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ്, ഹിന്ദി ഹൃദയഭൂമി, ഇവിടെയൊക്കെ BJP കൃത്യമായിട്ടുള്ള മേധാവിത്വം തുടരുന്നു എന്ന് തന്നെയല്ലേ? അങ്ങനെ വേണം കരുതാൻ. കാരണം എൽദോ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയുടെ തേരോട്ടം തുടരുന്നു എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് UP ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. UPയിൽ കഴിഞ്ഞ തവണ NDA സഖ്യം നേടിയത് 64 സീറ്റാണ്. പക്ഷേ ഇത്തവണ അത് 71 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന പ്രവചനം വരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 7-8 സീറ്റുകൾ കൂടുതലായി വരുന്നു. അതിന് പുറമെ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ 29-ൽ 28 വിജയിച്ചു. അതിന് സമാനമായ പ്രകടനം ഇത്തവണയും കാഴ്ചവെക്കും എന്നാണ് പറയുന്നത്. ബീഹാറിലും രാജസ്ഥാനിലും സീറ്റ് കുറയാനുള്ള സാധ്യത NDA സംബന്ധിച്ചുണ്ട്. അപ്പോൾ പോലും ബംഗാളിൽ BJP നേട്ടമുണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ 18 എന്നുള്ളത് BJP 24 വരെ സീറ്റുകൾ നേടാം എന്നാണ് പ്രവചനം. മറ്റൊന്ന് ഒഡീഷയാണ്. ഒഡീഷയിൽ കഴിഞ്ഞ തവണ 8 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ 2 അക്കം കടന്നുകൊണ്ടുള്ള BJDയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാം, ഒരു 14 സീറ്റുകൾ വരെ നേടാമെന്ന പ്രവചനം വരുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യയാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ നേടാമെന്ന് പറയുന്നു. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റുകൾ ഉണ്ടായിരുന്ന തവണ 7-8 സീറ്റുകളായി ഉയർന്നേക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് 2014-ൽ TDPയുമായുള്ള സഖ്യത്തിൽ 3 സീറ്റുകൾ വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ആ സഖ്യം വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതായത് TDP, BJP, ജനസേന പാർട്ടി, ഈ 3 പാർട്ടികളും ചേർന്നുള്ള സഖ്യം YSR കോൺഗ്രസിനെ കടപുഴക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. 25-ൽ 22 സീറ്റ് YSR കോൺഗ്രസിനായിരുന്നു കഴിഞ്ഞ തവണ എന്നുകൂടി ഓർക്കണം. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റം BJPയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അവരുടെ പ്രകടനം, കഴിഞ്ഞ തവണത്തെ പ്രകടനം ഏതാണ്ട് അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും ക്ലീൻ സ്വീപ്പ് ആയിരുന്നു. ഇത്തവണയും 1 സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യം അവിടെ നേടാൻ സാധ്യതയുള്ളതെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അങ്ങനെ അവരുടെ പരമ്പരാഗതമായി BJP ജയിച്ചു വരുന്ന അല്ലെങ്കിൽ NDA ജയിച്ചു വരുന്ന സീറ്റുകൾ നിലനിർത്തുമ്പോൾ തന്നെ മറ്റിടങ്ങളിലേക്ക് കൂടി കടന്നു കയറാൻ NDAക്ക് കഴിയുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. എൽദോ, റൈറ്റ്. എന്താണെങ്കിലും ആകെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ NDAക്ക് നൽകുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഒരു പ്രേക്ഷകൻ പ്രഭാഷാണ് കമൻറ്റ് ചെയ്തതുപോലെ, ആര് ജയിച്ചാലും വേണ്ടില്ല, നല്ല ഭരണം വേണം, ജനങ്ങളെ കൊള്ളടിക്കാത്ത ഭരണം ഉണ്ടാകട്ടെ എന്നുള്ള സാധാരണ വോട്ടറുടെ ആഗ്രഹം മാത്രം പങ്കുവെക്കാം എന്നുള്ളതിലും MS അനീഷ് കുമാറാണ് വടക്കൻ കേരളത്തിൽ വിവരങ്ങൾ പങ്കുവച്ചത്. മധ്യ കേരളത്തിൽ നിന്ന് ഡാനി പോളും, ഒപ്പം തെക്കൻ കേരളത്തിൽ നിന്ന് MG മിഥുനും. മടങ്ങിയെത്താം.